അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലാഹു തആല നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ, സന്തോഷവും സമാധാനവും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, സ്വാഭാവികമാണ്. എന്നാൽ ആ പ്രശ്നങ്ങൾ വളരെ വലുതാക്കിക്കൊണ്ട് രണ്ടാള് രണ്ട് ചേരിയിലാകുന്ന രൂപത്തിൽ വളരെ വലുതാക്കി കൊണ്ടുപോകാതെ നമ്മൾ പരസ്പരം ക്ഷമിച്ചുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ ഉമ്മപെങ്ങന്മാര്, സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ചില വാക്കുകൾ ഭർത്താക്കന്മാരോട് പറഞ്ഞാൽ അതിനുള്ള കുറ്റം അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടും എന്ന് മാത്രമല്ല, നിങ്ങൾ ചെയ്തു പോയ എല്ലാ അമലുകളും ബാത്തിലായി പോകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ വാക്ക്? നമ്മളൊന്ന് കേട്ടിട്ട് വരാം. ഏതെങ്കിലും ഒരു സ്ത്രീ പ്രയാസഘട്ടത്തിൽ വല്ല വിഷമങ്ങളും അനുഭവിച്ചു, ഭർത്താവിൽ നിന്ന് അങ്ങേയറ്റ പ്രയാസങ്ങൾ അവൾക്ക് സംഭവിച്ചു. ആ സമയത്ത് അവൾ അറിയാതെ മാ റഅയ്തു മിൻക ഖൈറൻ ഖത്ത്, നിന്നിൽ നിന്നൊരു ഖൈറും ഞാൻ തീർച്ചയായും കണ്ടിട്ടില്ല, ഒരു ഗുണവും നിന്നിൽ നിന്ന് എനിക്കുണ്ടായിട്ടില്ല എന്ന് അറിയാതെ അവളെങ്ങാനും പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഫഖദ് ഹബിത്വ അമലുഹ, അവളുടെ അമലുകൾ മുഴുവൻ നിഷ്ഫലമാകും, അതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം, അവരെ താലോലിക്കണം, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ഭാര്യമാരാകുന്ന സ്ത്രീകൾ ഭർത്താക്കന്മാർ കൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണം. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ നന്മകൾ പറയുമ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കണം. അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പരസ്പരം പല കാര്യങ്ങളും പറയുമ്പോൾ, നിങ്ങളിൽ നിന്ന് എനിക്ക് എന്ത് ഗുണം കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ എന്ത് ഗുണമാണ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്, നിങ്ങൾ ഒന്നും എനിക്ക് ചെയ്തു തന്നിട്ടില്ല, നിങ്ങളിൽ നിന്ന് ഒരു ഉപകാരം എനിക്ക് കിട്ടിയിട്ടില്ല, ഇങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. ആ വാക്കിനെയാണ് അവിടെ പറഞ്ഞത്. നിങ്ങളിൽ നിന്ന് ഒരു ഗുണവും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, പറയുമ്പോൾ ഒരു ദേഷ്യത്തിൽ പറയുന്നതായിരിക്കും, എങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതുപോലെയുള്ള വാക്കുകൾ നിങ്ങൾ ഭാര്യമാർ ഭർത്താക്കന്മാർക്കെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു പോയ എല്ലാ അമലുകളും ബാത്തിലായി പോയി. നമ്മൾ ചെയ്യുന്ന അമലുകൾ തന്നെ അല്ലാഹു തആല സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും ഇഖ്ലാസോട് കൂടി ചെയ്യാനും അല്ലാഹു തആല പൊരുത്തപ്പെട്ട രൂപത്തിൽ അല്ലാഹു തആല സ്വീകരിക്കുന്ന രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അല്ലാഹു തആല സ്വീകരിച്ചത് തന്നെ ഉണ്ടെങ്കിൽ അതൊക്കെ ബാത്തിലായി പോകുമെന്ന് പറഞ്ഞാൽ, നമ്മൾ നാളെ മഹ്ശറിലേക്ക് പോകുമ്പോ, ഖബറിലേക്ക് പോകുമ്പോ രണ്ട് കൈയും മലർത്തിയവരായിട്ട് പോവുകയാണെന്ന് വെച്ചാൽ വളരെ ഭയാനകമാണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരാളും ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കില്ല. ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വല്ല ആളുകളും വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് ഭർത്താക്കന്മാരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ജീവിതം മുമ്പോട്ട് പോവുക. ഇനി വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയില്ല ഒരിക്കലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല. കാരണം അത് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നാൽ അത് തന്നെ ചെറിയ രൂപത്തിലായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചുകൊണ്ട്, ക്ഷമയാണ് അവിടെ എല്ലാത്തിനും കാരണം. ക്ഷമിക്കുന്ന കാലത്തോളം പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ വഴിയില്ല. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ, കുടുംബജീവിതം നന്നാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.